സിദ്ധു അപ്പൊ ദൂരെ എവിടെയെങ്കിലും കല്ലിടലോ മരം വെട്ടലോ ഒക്കെ ആയിട്ട് നിൽക്കുകയായിരിക്കും. കല്യാണത്തിന്റെ കാര്യമേ മറന്നിട്ടുണ്ടാവും. കല്യാണം, സിനിമ, ബന്ധുക്കളുടെ വീടുകൾ ഒരിടത്തും നേരത്തെ നിശ്ചയിച്ച രീതിയിൽ സന്തോഷത്തോടെ പോവാൻ പറ്റില്ല. അങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയാതെ പ്രഭേ, നമ്മൾ സിനിമയ്ക്ക് പോയിട്ടില്ലേ? ഓ, പോയിട്ടുണ്ട്. പക്ഷെ വാലും തുമ്പും ഇല്ലാതെയല്ലേ സിനിമ കാണുന്നത്. തിയേറ്ററിൽ കയറുന്നതാണെങ്കിൽ അരമണിക്കൂർ താമസിച്ചും ഇറങ്ങുന്നതാണെങ്കിൽ 15 മിനിറ്റ് നേരത്തെ. ഇടയ്ക്ക് മുഴുവനും ഫോണും. നിങ്ങൾക്ക് പുറത്തുനിന്ന് കുറ്റം പറയാം. MLA ആയിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ അവർക്കേ അറിയൂ. ആ, ഞാൻ നന്ദനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞല്ലേ. സത്യത്തിൽ സിദ്ധുവിന്റെ തിരക്കും MLA ആയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. MLAക്ക് കൊടുക്കുന്നതിലും കൂടുതൽ ബഹുമാനവും സ്വീകരണവും ഒക്കെ MLAയുടെ ഭാര്യയ്ക്കും കിട്ടും. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. കല്യാണത്തിന് സമയത്ത് എത്താൻ പറ്റില്ലായിരിക്കും, പക്ഷെ എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധ മുഴുവനും നമുക്കല്ലേ. അതുകൊണ്ട് മോനെ, ദേവികയ്ക്ക് കൂടെ വരാൻ പറ്റാത്തതിൽ ഒട്ടും വിഷമിക്കണ്ട. എനിക്കറിയാമേ. അപ്പൊ അമ്മ ഇനി വൈകണ്ട, നിങ്ങൾ പോയിട്ട് വാ. രാധാമണിയമ്മയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ കൊടുത്തോളാം. അവരോട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞേക്കുമോളെ. രാധാമണിയുടെ കാര്യത്തിൽ നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. അച്ഛൻ പറഞ്ഞതുപോലെ മിനിസ്റ്റർ വഴി ശ്രമിച്ച് ഗവൺമെന്റിന്റെ ഒരു സഹായം അവർക്ക് കൊടുക്കണം. അതെ, പാവം. സന്തോഷത്തോടെ വേണം രാധാമണി ഇവിടുന്ന് പറഞ്ഞേക്കാൻ. അത് വേണം. എന്തായാലും നിങ്ങൾ പോയിട്ട് വാ. അച്ഛാ, ഒരു കോഫി എടുക്കാൻ ഈ തിരക്കൊക്കെ ഒന്ന് മാറ്റി വെക്കാവോ? അയ്യോ, അതിനെന്താ, ഇപ്പൊ എടുക്കാം. രാധാമണി എന്തായി? ഞാനൊരു കാര്യം ഏറ്റെടുത്ത അതുപോലെ സംഭവിക്കുമെന്ന് മാഡത്തിന് അറിയാലോ. ഇനി വേറെ ആരെങ്കിലും ഇതിനു വേണ്ടി മാഡം ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല രാധാമണി, എന്തു പറ്റി? അല്ല, ഇനി ഞാനിത് ചെയ്യില്ല എന്നറിഞ്ഞിട്ട് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോന്നറിയാനാ. സിദ്ധാർത്ഥിനെ കൊല്ലാൻ മറ്റാരെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, ഉറപ്പല്ലേ? എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. പഴയതുപോലെ അല്ല, രാധാമണിക്ക് പ്രായമായെന്നും കൊല്ലും കൊലയും ഒക്കെ പറ്റുമോന്നും മാഡത്തിന് സംശയമുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതിങ്ങ് വിട്ടേക്ക്. ഇന്ന് രാത്രി തന്നെ എല്ലാം പൂർത്തിയാക്കുമല്ലേ? അതെ മാഡം, ഇന്ന് തന്നെ ഞാൻ ആ ജോലി തീർത്തിരിക്കും. ഓക്കെ. ദേവിക മോള് കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തുന്നുണ്ട്. MLA എന്ന നിലയിൽ അവളെ നല്ല പേര് നേടിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
അടുത്ത തവണയും ദേവിക മത്സരിക്കണം. അതാവും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. യുവജനങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമാവട്ടെ. മന്ത്രിയായിട്ടും ഭരണരംഗങ്ങളിലൊക്കെ വനിതകളും വരണമല്ലോ. താൻ നോക്കിക്കോ, അടുത്ത തവണ ദേവിക മന്ത്രിയാ.